കാസർഗോഡ് 4-ാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗം സജീഷാണ് മരിച്ചത്. പുലർച്ചെ മയക്കുമരുന്ന് കേസിലെ അന്വേഷണത്തിനിടെയാണ് അപകടം. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ദാരുണമായ സംഭവമാണ്. ഈ പരിക്കേറ്റ പോലീസുകാരന്റെ ആരോഗ്യനില എങ്ങനെ? ഇപ്പോൾ അരുൺ അപകട സ്ഥലത്താണോ ഉള്ളത്? ഗോകുലെ, ഞാനിപ്പോൾ അപകട സ്ഥലത്താണുള്ളത്. ഇതാണ് വാഹനം, അതായത് ആൾട്ടോ കാർ. ഇതാണ് പോലീസുകാർ സഞ്ചരിച്ച ആൾട്ടോ കാർ. ഇതാണ് പുലർച്ചെ 2:45 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. പുലർച്ചെ 2:45 കൂടി കഴിഞ്ഞ ദിവസം ഒരു MDMA കേസ് ബേക്കൽ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡൻസാഫ് സംഘം പിടിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇവിടേക്ക് അവർ എത്തിയത്. ഇവിടെയാണ് അതിൻ്റെ ഒരു സോഴ്സ് എന്നൊരു വിവരമൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇവിടേക്ക് എത്തുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 2:45 കൂടി ഈ ഒരു ഫ്ലൈ ഓവർ, അതായത് ദേശീയപാത 66 ആ ഫ്ലൈ ഓവറിന് അടിയിലൂടെ അണ്ടർപാസിലൂടെ ഈ വാഹനം ഈ എതിർ ദിശയിലേക്ക് വരികയായിരുന്നു. അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന, ചെർക്കളയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ദിശയിലേക്ക് വാഹനം കയറി. ആ സമയത്താണ് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. ഈ കാറ് ബ്രേക്ക് ചെയ്തില്ല എന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്, ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഈ അപകടമുണ്ടായ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇത് ഇവര് അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി ഇവർ വന്നതാണ്. കാറ് നേരിട്ട് ടിപ്പർ അങ്ങനെ വരുന്നുണ്ടായി. അപ്പം ഈ കുറച്ചുകൂടി മുമ്പോട്ടെടുത്തു. ഈ കാറ് മുമ്പോട്ടെടുത്തതിന് ശേഷം ഇടിച്ച് ഒരു 10 മീറ്ററോളം മുമ്പോട്ട് കൊണ്ടുവന്നത്. നല്ല പരിക്കുണ്ടായിരുന്നു. ആ പരിക്ക് സ്പോട്ടിൽ തന്നെ കുറച്ച് ആള് ഇതുണ്ടായി. എനിക്കൊന്നും ഉണ്ടായില്ല. കൂടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാരുടെ ആരോഗ്യനില എങ്ങനെയായിരുന്നു? കൂടെ ഉണ്ടായത് നിസാര പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും കൂടെ ആദ്യം മറ്റൊരു കാറ്, നമ്മളിവിടെ സുഹൃത്തിൻ്റെ കാറുണ്ടായി. കാറിൽ മരിച്ച ആളാ ഭാഗത്ത്, ഇടി കൊണ്ട ഭാഗത്തിരുന്ന ആളാ മരിച്ച ആള്. ഇടി കൊണ്ട ഭാഗത്തുണ്ടായ ആളാണ് മരിച്ചത്. അത് ആ ഇടീൻ്റെ വേഗത്തിൽ ഞങ്ങൾ അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായി. നല്ല അപ്പോൾ എനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കാറിൽ കയറ്റി ഡ്രൈവറെ ഇറക്കിയിട്ട് ആ സൈഡ് ഡോറ് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രൈവറെ ഇറക്കിയിട്ട് മറ്റേ സൈഡ് കൂടി ഇറക്കിയിട്ട് കാറിലിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ അല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മറ്റേ ഡ്രൈവറെ സ്കൂട്ടറിൽ, ബൈക്കിൽ കൊണ്ടുപോയി. ഗൂഗിൾ, എന്തായാലും ഈ പരിക്കേറ്റ സുഭാഷ് ചന്ദ്രന് നിസ്സാര പരിക്കേ ഉള്ളൂ എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. തൊട്ടടുത്താണ് EK നായനാർ ഹോസ്പിറ്റൽ, അവിടെയാണ് സുഭാഷ് ചന്ദ്രനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സജീഷാണ് ഈ വാഹനം ഇടിച്ചു കയറിയ, ടിപ്പർ ലോറി ഇടിച്ചു കയറിയ ഭാഗത്തിരുന്നത് സജീഷാണെന്ന് പറയുന്നു. പുലർച്ചെ 2:45 കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കേസന്വേഷണത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഗൂഗിൾ, കാസർഗോഡാണ് പോലീസുകാരന് ദാരുണാന്ത്യം. ഒപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. സജീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡ്യൂട്ടിക്കിടെ വാഹനാപകടത്തിൽ മരിച്ചത്. അരുൺ പാറക്കലാണ് അപകട സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.